ഹലോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയടയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്, അതുകൊണ്ട് ചക്കയട ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിനാവശ്യമായ സാധനങ്ങൾ ചക്ക, പിന്നെ അരിപ്പൊടി. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ ശർക്കരപ്പാനി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 ഏലക്ക. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് ആദ്യം ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ച് ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചക്കയിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരിപ്പൊടിയും കൂടെ ചേർക്കും. അരിപ്പൊടിയും കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അടുപ്പ് കത്തിക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇപ്പം നന്നായിട്ട് തിളച്ചു. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ചക്ക ഇതിൻ്റെ അകത്ത് കിടന്നങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് നമ്മൾ ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടി വഴറ്റിയില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നന്നായിട്ട് ഇതിങ്ങനെ ആയി വരുന്നതാണ്, കണ്ടോ? ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്രയും ചക്കയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണേ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എല്ലാം കൂടെ വരുന്ന സ്റ്റേജില്ലേ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു 1/2 കപ്പ് ഇട്ടുണ്ട്. പയ്യെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചക്കയും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. ഞാൻ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടിയിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചക്കയ്ക്ക് അത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം ഞാൻ ഇന്ന് വാഴയിലയിലാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴയിലയ്ക്കകത്ത് നമ്മളിത് വെച്ച് ആവി കയറ്റാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഇല എടുക്കാം. ഇലയുടെ അധികം ഇത് ചക്ക എടുത്തു. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇലയിലേക്ക് പരത്താം. നമ്മൾ സാധാരണ അട ചുടൂലേ ഇലയിൽ, അതുപോലെ. ഇതുമാതിരി എല്ലാ ഇലയിലും നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവിയേറ്റം വയ്ക്കാം. അപ്പച്ചെമ്പ് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇലയിലേക്ക് എല്ലാ ചക്കയും പരത്തിയെടുത്തിട്ടുണ്ട് അട. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. ചക്കയട റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ്, കണ്ടോ? നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. ചക്കപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം എടുക്കുള്ളൂ. പകുതി സമയം പോലും എടുക്കില്ല, 1/2 മണിക്കൂറേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ
എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്